കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ പരാമർശിച്ചതുപോലെ ബുലാൻദേവി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡിൽ ബൈഫർക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിഭജിക്കുന്നതിന് മുമ്പ്. അപ്പൊ അവിടെ മൊറാന ജയിലാണ് അവരെ പാർപ്പിച്ചത്. ആ ജയിലൊക്കെ പോയി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയില് വളരെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒത്തിരി സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്. ഏറ്റവും അവസാനമായി വന്ന CK ജാനുവടക്കമുള്ള ആളുകളുണ്ട്. പക്ഷെ ആ പോരാട്ടങ്ങളെല്ലാം കൂട്ടി യോജിപ്പിക്കാൻ ഇന്ത്യയിലെ അടിത്തട്ടുകാർക്ക് കഴിയാതെ പോയതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അത് കൂട്ടി യോജിപ്പിക്കാൻ അംബേദ്കർ പറഞ്ഞ വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയുന്നു. അയ്യങ്കാളി യജമാനൻ പറഞ്ഞ് തിരിച്ചറിയുന്നു. മഹാത്മാ ഫൂലെയും അതുപോലെ തന്നെ സവിത ഫൂലെയും ഒക്കെ പറഞ്ഞത് നമ്മൾ തിരിച്ചറിയുന്നു. പക്ഷേ നമ്മൾക്ക് എന്താണ് പറ്റിയത്? പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ സംഘടന ഈ അടുത്ത നാളിൽ ഒരു വലിയ നേതാവ് പറയുക, ദളിത് പ്രസ്ഥാനങ്ങളൊന്നും ശരിയല്ല, ഞാൻ BJPയിലേക്ക് പോവുകയാണ്. ദളിത് പ്രസ്ഥാനങ്ങളൊന്നും ശരിയല്ല, ഞാൻ BJPയിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞാൽ ഞങ്ങളൊന്നും ഈ പാത പോലും ചെയ്യില്ല. പഞ്ചായത്ത് മെമ്പറാക്കാന്ന് പറഞ്ഞാൽ, പ്രസിഡന്റ് ആക്കിയാന്ന് പറഞ്ഞാല്, പട്ടികജാതി ലോഡ് തരാന്ന് പറഞ്ഞാൽ, പാർട്ടിയിൽ നിന്ന് ചാത്താലും നീയൊക്കെ മുന്നോട്ട് വെക്കുന്ന വൃത്തിശാസ്ത്രത്തിൽ ഞങ്ങൾ അതാണ് നമ്മുടെ മാനസികമായ ദൃഢമായ ഒരു തീരുമാനം എന്ന് പറയുന്നത്. കാരണം ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് ഇതിനെ പ്രവർത്തിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. വാസോട്ടൻ പറഞ്ഞു, വേടനെ പിടിച്ചു, കഞ്ചാവിന്റെ പേരിൽ, പെണ്ണിന്റെ പേരിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി ലോക്കിനകത്താക്കുന്നു. കാരണം വികസിച്ചു വരുന്ന ആളുകളെ എല്ലാവർക്കും നയിക്കാൻ കഴിയില്ല. വളരെ